ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ മുള്ളില്ലാതെ ഒരു മീൻ പീരി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു മീൻ പീര തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ അരപ്പൊന്ന് റെഡിയാക്കി വെക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് അളവിൽ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരു ചെറിയ സവാളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ അതായാലും മതിയാകുമേ. ഇനി ഒരു 4-5 വെളുത്തുള്ളി, 2 എരിവുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് ഒതുക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മാത്രം മതിയാകുമേ. ഈ ഒരു പാകത്തിലാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിത് മീൻ പീരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നത്തലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുള്ളൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് കേട്ടോ. നമ്മൾ കട്ട് ചെയ്യുന്ന സമയം തന്നെ അതിൻ്റെ മുള്ളൊന്ന് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടും. പെട്ടെന്ന് തന്നെ അത് മുള്ള് വിട്ട് വരും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഒട്ടും പേടിക്കാതെ തന്നെ നമുക്ക് കഴിക്കാൻ കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു മീൻ പീരയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങയിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തപ്പോൾ കുറച്ച് കുറഞ്ഞ അളവിലായിപ്പോയത് കൊണ്ടാണ് ഈ മീനിലേക്ക് ഇപ്പം ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് കൈവച്ചിട്ട് മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു പാകത്തിൽ മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാനാണ് ചെയ്യുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് ആകുമ്പോൾ തന്നെ തുറന്ന് നോക്കുന്ന സമയം ഇതേപോലെയൊക്കെ ഒന്ന് ആയി കിട്ടും. അപ്പോൾ നമ്മുടെ മീനിൽ നിന്നുള്ള വെള്ളമൊക്കെ അത്യാവശ്യം ഒന്ന് ഇറങ്ങി വന്നിട്ട് ഉണ്ടാകും. ഇനി ഒന്നത് മൊത്തത്തിൽ മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മളിത് 2 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ തന്നെ നമ്മൾ തുറന്ന് നോക്കുന്ന സമയത്തേക്ക് നമ്മുടെ മീൻ പീരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഇതിൽ ഇത്തിരി വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു വെള്ളം വറ്റിച്ചിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിതൊന്ന് തുറന്ന് വെച്ചിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലുള്ള വെള്ളമൊക്കെ വറ്റുന്ന ആ ഒരു സമയം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി മൊത്തത്തിലൊന്ന് മിക്സാക്കിയതിന് ശേഷം വെള്ളമൊക്കെ ഇപ്പോൾ നന്നായിട്ടൊന്ന് പോയി കിട്ടിയിട്ടുണ്ട്. ആ ഒരു പരുവത്തിലായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം കേട്ടോ. നമ്മുടെ മുള്ളില്ലാത്ത മീൻ പീരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതേ രീതിയിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ കഴിക്കുന്ന സമയം നമുക്ക് മുള്ളിനെ തൊട്ട് പേടിക്കുകയും വേണ്ട. നത്തലൊക്കെ എങ്ങനെയായി കഴിഞ്ഞാലും അതൊന്ന് പൊട്ടി വരും. അതുകൊണ്ട് തന്നെ മുള്ളൊക്കെ ഉള്ള സമയത്ത് ആ ഒരു പീസിലും മുള്ളൊക്കെ ഉണ്ടാവും. അപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ പേടിക്കാതെ നമുക്ക് ചോറിലൊക്കെ പെരക്കിയിട്ട് കഴിക്കാൻ കൊടുക്കാം. വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്